പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഈ ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് സുവിശേഷങ്ങൾക്കും അതുപോലെ തന്നെ ലേഖനങ്ങൾക്കും മധ്യേ ഉണ്ടായിരിക്കുന്ന ഒരു പാലമാണ്, അല്ലെങ്കിൽ തീർത്തിരിക്കുന്ന ഒരു പാലമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. യേശു സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ദൗത്യം ആരംഭിച്ചതിന് ശേഷം അത് പിന്നീട് ആ ദൗത്യം ആദിമ സഭയിലൂടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ ആ ദൗത്യം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ശിഷ്യന്മാർ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇക്കാലത്താണോ യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് സാമ്രാജ്യം അല്ലെങ്കിൽ രാജ്യം സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ ദൈവം, ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവരാജ്യത്തിൻ്റെ ശക്തി, അങ്ങനെ യേശുവിൻ്റെ ഉപമകളിൽ ഏതാണ്ട് 90% അതിലധികമോ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാടും യേശുവിൻ്റെ ദൗത്യവുമെല്ലാം യേശു പൂർത്തീകരിക്കുന്നു. ആ പരസ്യ ശുശ്രൂഷ യേശു പൂർത്തീകരിക്കുന്നു. പരസ്യ ശുശ്രൂഷയുടെ പര്യാവസാനത്തിൽ റോമ ഗവൺമെൻറ് യേശുവിനെ ക്രൂശിക്കുകയും തന്നെ അടക്കുകയും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായപ്പോൾ ശിഷ്യന്മാർ പിന്നെയും ചോദിക്കുന്ന ചോദ്യമാണ്, ഇക്കാലത്താണോ യഹൂദന്മാർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. യേശു ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഗുരുക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഗുരുവായിരുന്നു. യേശു ഒരു നല്ല ഒരു ടീച്ചറായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും യേശു ഇതെല്ലാം പഠിപ്പിച്ചെങ്കിലും യേശുവിൻ്റെ ആ ടീച്ചിങ്ങിനോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർ ആ നിലയിൽ വളർന്നു വന്നിട്ടില്ല എന്നതാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു ഇത്രയും പഠിപ്പിച്ചിട്ടും അവരിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇക്കാലത്താണോ യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ പോകുന്നതെന്നാണ് അവരുടെ ചോദ്യം. അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇവിടെ ഇതിൻ്റെ 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു അതിന് ഉത്തരം പറയുന്നത്. അതൊന്ന് വായിക്കാം നമുക്ക്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് യേശു വളരെ കൃത്യമായിട്ട് പറയുകയാണ്. യേശു അവരോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കണമെന്ന് യേശു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ യെരുശലേമിനെ വാങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനായി കാത്തിരിക്കണമെന്ന് പറയുകയാണ്. ഏതാണ്ട് അവരുടെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ ആത്മാവിനായി കർത്താവ് ആഗ്രഹിച്ചതുപോലെ അവർ കാത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളല്ല അവരിൽ നിറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷവും അവർ ചോദിക്കുന്ന ചോദ്യം, ഇക്കാലത്താണോ യഹൂദന്മാർക്ക് രാജ്യം സ്ഥാപിക്കുന്നതെന്നാണ് അവരുടെ ചോദ്യം. എന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അറിയിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കാര്യമില്ല എന്ന്, അത് ദൈവത്തിൻ്റെ സ്വന്തം അധികാരത്തിലുള്ളതാണെന്നും യേശുക്രിസ്തു പറയുന്നുണ്ട്. അതിനുശേഷം യേശു പറയുകയാണ്, നിങ്ങൾക്ക് ശക്തി ലഭിച്ച ശേഷം യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ എന്ന് യേശു പറയാനിടയായി. ഇവിടെ ശക്തി അല്ലെങ്കിൽ കരുത്തരാകുക എന്നതാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അവർക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മശക്തിയാണ്. ഇന്ന് ഓരോ മനുഷ്യരും ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. നമ്മൾ ഏതെങ്കിലും നിലയിൽ നമ്മൾ വളർച്ച പ്രാപിക്കുക, ശക്തന്മാരാകുക, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നല്ല വിദ്യാഭ്യാസവും ഡിഗ്രികളും സ്വന്തമാക്കുക, നല്ല ബിസിനസ് ചെയ്ത് സമ്പത്ത് അല്ലെങ്കിൽ നല്ല ജോലി ചെയ്ത് സാമ്പത്തികമായി ശക്തിപ്പെടുക, നല്ല ആരോഗ്യത്തിന് നല്ല വ്യായാമവും ഭക്ഷണവും കഴിക്കുക, നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക. ഇങ്ങനെയൊക്കെ നിലയിൽ മനുഷ്യർ അവരുടേതായ നിലയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു ആ ശക്തിയെക്കുറിച്ചല്ല പറയുന്നത്. ആ ശക്തി കൊണ്ട് ഒരിക്കലും കർത്താവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ കഴിയുകയില്ല. അവൻ്റെ സാന്നിധ്യവും അവൻ്റെ ശക്തിയും
നമുക്ക് ആവശ്യമാണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്ക്, ദൈവിക പ്രവർത്തനങ്ങൾക്ക്, സഭാപ്രവർത്തനങ്ങൾക്ക് അവൻ്റെ ശക്തിയാണ് ആവശ്യമായിരിക്കുന്നതെന്ന് യേശു ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ, ഊഹിക്കാൻ കഴിയുമോ? നമ്മുടെ വീട്ടിൽ ഒരു വലിയ യന്ത്രമുണ്ടെന്നിരിക്കട്ടെ. അത് വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രമാണ്, വളരെ വിലപിടിപ്പുള്ള ഒരു യന്ത്രമാണ്. ആ യന്ത്രം നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നിരിക്കട്ടെ. എന്നാൽ ആ യന്ത്രം എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിലും അതിനകത്തൂടെ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഒരു സഭയുടെയും അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെയും ഒരു ദൈവദാസൻ്റെയും എല്ലാം അവസ്ഥ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എത്ര വിദ്യാഭ്യാസം ചെയ്താലും, എത്ര ആൾബലം തന്നോട് കൂടെ ഉണ്ടെങ്കിലും, എത്ര സാമ്പത്തികം ആ വ്യക്തിക്കുണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല. ശക്തി ലഭിച്ച് അവർ കരുത്തന്മാരായി തീർന്നെങ്കിൽ മാത്രമേ ആത്മീയ ശുശ്രൂഷകൾ ശക്തമായിട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഒന്ന് നോക്കുക. നമുക്ക് അനവധി സഭകൾ ഇന്നുണ്ട്. ലോകത്തെമ്പാടും അനവധി സഭകളുണ്ട്. നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റുപാടും എല്ലാം ചർച്ചുകൾ നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പല സഭകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജനം കടന്നു വരുന്നുണ്ട്, കുറേ ജനമുണ്ട്, അവിടെ നല്ല ഹോളുകളുണ്ട്, എയർ കണ്ടീഷൻ ഉള്ള ഹോളുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, പാർക്കിംഗ് സിസ്റ്റമുണ്ട്, കൊയറുണ്ട്, നന്നായി ഉപകരണങ്ങൾ വായിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നന്നായി പാടുന്നവരുണ്ട്, നല്ല പ്രസംഗങ്ങളുണ്ട്. എങ്കിലും അവർക്ക് വേണ്ട വിധത്തിൽ സാക്ഷികളാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് അല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ എക്യുപ്ഡ് ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും, എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും, നമ്മളെ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും, എല്ലാം ക്രമമായിട്ട് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിലും ദൈവസഭ വളരണമെങ്കിൽ, ദൈവ ശക്തി തമ്മിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ദൈവസഭ വളരുകയുള്ളൂ, ദൈവപ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശക്തരാകണമെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്ന് പറയുകയാണ്. പരിശുദ്ധാത്മാവിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറയുകയാണ്. ഏതാണ്ട് 10 ദിവസത്തോളം അവർ കാത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കാത്തിരുന്നതിൻ്റെ ഒടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വരികയും അവർ ആത്മശക്തിയാൽ നിറയുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുകയും അഗ്നിയാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമാകുകയും ആത്മശക്തിയാൽ അവർ ബലപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ ഒന്നാമതായി കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു അവർക്ക് നൽകിയ വാഗ്ദത്തം, അവർക്ക് ആത്മശക്തി നൽകുമെന്ന് വാഗ്ദത്തം നൽകിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദത്തം ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ രാജ്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. എന്നാൽ യേശു പറയുന്നു, ഞാൻ രാഷ്ട്രീയ രാജ്യമല്ല കുറിച്ചല്ല യേശു പറയുന്നത്, ഒരു ആത്മീയ രാജ്യത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഭൂലോകത്തെമ്പാടും പോയി പ്രസംഗിക്കുക, അവരെ അറിയിക്കുക എന്നുള്ള ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു രാജ്യത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇവരുടെ ഇംഗിതങ്ങളെ മനസ്സിലാക്കിയായിരുന്നില്ല യേശുവിൻ്റെ, അല്ലെങ്കിൽ അത് അറിഞ്ഞ് ഇംഗിതത്തിനൊത്തുള്ള പ്രസംഗങ്ങളായിരുന്നില്ല യേശു ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ കുറേ അധികം പ്രാസംഗികരുണ്ട്, പലതരത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട്. എന്നാൽ അവരിൽ കുറച്ച് പേരെങ്കിലും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി, അവരെന്താണ് ആവശ്യപ്പെടുന്നത്, അവരെന്താണ് ഇഷ്ടപ്പെടുന്നത്, അവരുടെ ചെവിക്ക് എന്താണോ കേൾക്കാൻ താല്പര്യമുള്ളത് അതനുസരിച്ച് പ്രസംഗിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവരുടെ ഉള്ളിൽ മുഴുവൻ ഇരുന്നത് ഒരു രാജ്യമാണ്, ഇസ്രായേലിന് വേണ്ടി ഒരു രാജ്യമായിരുന്നു. യേശുവിന് അവരുടെ ഹൃദയത്തെ അറിയാം, അവരുടെ ചോദ്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. എന്നാലും യേശു അതനുസരിച്ച് അവരെ സന്തോഷിപ്പിക്കത്തക്ക നിലയിൽ അവർ അതിനനുസരിച്ചുള്ള ഒരു പ്രസംഗമല്ല യേശു അവിടെ പറഞ്ഞത്. മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, പിതാവിൻ്റെ വചനങ്ങളെയാണ് യേശു അവരോട് അറിയിക്കുന്നത്. യേശു അതുകൊണ്ട് പറയുകയാണ്, അതേക്കുറിച്ചല്ല യേശു പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളല്ല മനസ്സിലാക്കിയല്ല യേശു പറയുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സന്ദേശം യേശു ഇവിടെ അറിയിക്കുകയാണ്. യേശു പറയുകയാണ്, ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സഭയെ വിളിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരെ ശക്തീകരിക്കുക, ലോകമെമ്പാടും യേശുവിൻ്റെ സാക്ഷ്യവുമായി പോവുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് അവിടെ യേശു ക്രിസ്തു ഇവിടെ പറയുകയാണ്. നമുക്കറിയാം, ഒരു ബാറ്ററി നമ്മുടെ ഉപയോഗത്തിനുള്ളതാണെങ്കിലും അതിനകത്ത് പവർ ശേഷിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ്. സഭ അതിൻ്റെ ശക്തി ഇല്ല എങ്കിൽ അതിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ 1:8 നമ്മൾ വായിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 1:8 വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ പർപ്പസ് ഓഫ് പവർ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന്, ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. ശക്തിയില്ലാതെ
ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കരുത്ത് പ്രാപിക്കാതെ ഒരു വ്യക്തിക്കും ആത്മീയമായ ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അവർ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളം അവർ യെരുശലേമിലും അവർ സാക്ഷികളാകണം, യഹൂദിയിൽ എല്ലായിടത്തും പോകണം, ശമരിയിൽ അവർ പോകണം, ഭൂമിയുടെ അറ്റത്തോളം അവർ സാക്ഷികളായി തീരണം എന്ന് പറയുകയാണ്. അപ്പോൾ ശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ ഭൂമിയുടെ അറ്റത്തോളം പോകാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ സാക്ഷി എന്നുള്ളതിന് മാർട്ടിയർ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ സാക്ഷിയാകുക, മർട്ടുറിയോൺ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വരുന്നത് സാക്ഷിയാകുക എന്നുള്ളത്. അപ്പോൾ സാക്ഷി എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ മരണം വരെ വഹിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഒരു വ്യക്തി സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ആ വ്യക്തി യേശുവിൻ്റെ സാക്ഷികളായി തീരുമ്പോൾ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ നിൽക്കുമ്പോൾ മരണം വരിക്കണമെങ്കിലും അതിനു വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ്. അത് ചെയ്യാൻ കഴിയുന്ന ആർക്കാണ്? ശക്തി ലഭിച്ചവർക്ക് മാത്രമേ അങ്ങനെ അവർക്ക് നിൽക്കാൻ കഴിയൂ എന്നാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ശക്തിയെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. വായിക്കാമോ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അപ്പോൾ അവിടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് നമുക്കറിയാം. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഇത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന 50-ാമത്തെ ദിവസത്തെ പെരുന്നാളാണ്, ഉത്സവമാണ് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്നു. മോശ മുഖാന്തരം ദൈവം അവരെ വിടുവിച്ചു. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് നമുക്കറിയാം ന്യായപ്രമാണം അവർക്ക് ലഭിക്കുന്ന ദിവസം നമുക്കറിയാം. ന്യായപ്രമാണം ലഭിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവർ ന്യായപ്രമാണം പ്രാപിക്കുവാൻ വേണ്ടി മോശ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ സീനായിൽ എത്തുന്നു. സീനായി മലയിൽ അവർ ന്യായപ്രമാണം വാങ്ങിക്കാനായി മോശ കയറിപ്പോകുന്നു നമുക്കറിയാം. അപ്പോൾ ഈ മലമേൽ മോശ കയറി ഈ ന്യായപ്രമാണം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ന്യായപ്രമാണം അവർ പ്രാപിക്കാൻ വേണ്ടി മോശ ദൈവത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ചെല്ലുന്നത് 50-ാമത്തെ ദിവസമാണ്. അപ്പോൾ പുറപ്പെട്ടതിന് ശേഷം 50-ലാണ് ന്യായപ്രമാണം ലഭിക്കുന്നത് എന്ന് അറിയാം. അതുപോലെ തന്നെ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസമാണ് അവർക്ക് ഈ ആത്മശക്തി അല്ലെങ്കിൽ പെന്തക്കോസ് ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ആ ദിവസമാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ സീനായിൽ നമ്മൾ കാണുന്നത് 50 ദിവസം കൊണ്ട് അവർക്ക് ന്യായപ്രമാണം ലഭിച്ചതുപോലെ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വരികയാണ്. ആദ്യത്തെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിയ പ്രമാണമാണ് അവർക്ക് ലഭിച്ചതെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്ത് ചെയ്യാണ്, ഒരു പുതിയ ഉടമ്പടി അതിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിറച്ചു കഴിഞ്ഞപ്പോൾ അവർ ആത്മശക്തിയാൽ അവർ യെരുശലേമിലും അതേപോലെ തന്നെ യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളായി എന്നുള്ളതാണ്. നമുക്കറിയാം ആദ്യകാല അപ്പോസ്തലന്മാരെ, അല്ലെങ്കിൽ നമുക്കറിയാം അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ അവർ നസ്രായൻ്റെ ഉപദേശം കൊണ്ട് യെരുശലേമിനെ നിറച്ചു എന്നുള്ളതാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ചുരുങ്ങിയ കാലയളവിൽ കുറച്ച് അപ്പോസ്തലന്മാർ മാത്രം ചുരുങ്ങിയ അളവിൽ പ്രവർത്തിച്ച ഈ അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവിൽ കൊണ്ട് വിരലിലെണ്ണാവുന്ന അപ്പോസ്തലന്മാർ അവരുടെ സുവിശേഷ പ്രസംഗം യെരുശലേമിനെ നിറച്ചു എന്നും അവരുടെ സന്ദേശങ്ങൾ യെരുശലേമിനെ നിറച്ചു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ യെരുശലേമിനെ സുവിശേഷം കൊണ്ട് നിറച്ചു. കാരണം എന്താണ്? അവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു എന്നുള്ളതാണ്. യെരുശലേമിൽ മാത്രമല്ല, പിന്നീട് അവർ യഹൂദിയിലേക്ക് പോകുന്നു. പിന്നീട് നമുക്കറിയാം ഫിലിപ്പോസിനെ ദൈവം ശമരിയിലേക്ക് അയക്കുന്നു. അതിനുശേഷം അപ്പോസ്തലന്മാർ പോകുന്നു. അതിനുശേഷം പൗലോസിനെ ദൈവം ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുന്നു. അങ്ങനെ ജാതികളുടെ ഇടയിലുള്ള സുവിശേഷീകരണത്തിനായി അദ്ദേഹത്തെ വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹം യെരുശലേമിലും യഹൂദിയിൽ മാത്രമല്ല യൂറോപ്പിലേക്കും സുവിശേഷവുമായി കടന്നു ചെന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് ലോകത്തിൻ്റെ എമ്പാടും ദൈവത്തിൻ്റെ ശിഷ്യന്മാർ സുവിശേഷമായി കടന്നുപോയി എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ എന്താണ്? അവരിൽ വ്യാപരിച്ച ഒരു ദൈവശക്തിയായിരുന്നു എന്നുള്ളതാണ്. യെരുശലേമിൽ പീഡകൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ശമരിയിലേക്കും അതേപോലെ തന്നെ യഹൂദിയയിലേക്കും വിവിധ ഭാഗങ്ങളിലേക്ക്, യെരുശലേമിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പീഡ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ കടന്നുപോയി. അവിടെ എല്ലാം അവർ എന്ത് ചെയ്യുക? ഭയമില്ലാതെ സുവിശേഷം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭയം മാറിയിട്ട്
അവർക്ക് ധൈര്യം വരുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ബലഹീനരായ വ്യക്തികൾക്ക് അവർക്ക് ശക്തി ഉണ്ടാകാനിടയായി. അത് മുഖാന്തരം ശക്തിയോട് ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിക്കുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നാം ദൈവത്തിൻ്റെ സാക്ഷിയുമായി ലോകത്തെമ്പാടും പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായി ദൈവത്തിൻ്റെ വേല തികയ്ക്കുവാൻ കഴിയൂ എന്നുള്ളതാണ്. ഇവിടെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു എന്നാണ്. അവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു, അവർ ശക്തി ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദേ വർ ഫിൽഡ് വിത്ത് സ്പിരിറ്റ്, അവർ ആത്മാവിൽ നിറഞ്ഞു എന്ന് വായിക്കുന്നു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഒരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. ഫിൽഡ് വിത്ത് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് പ്ലേത്തോ എന്ന ഗ്രീക്ക് പദമാണ്. ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓവർടേക്കൺ. ഇപ്പം ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം പായ്ക്കപ്പലുകളുണ്ട്. അത് കാറ്റ് കൊണ്ട് ഓടുന്ന കപ്പലുകളുണ്ട്, അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് ഓടുന്ന ബോട്ടുകളും കപ്പലുകളും ഉണ്ട്. പക്ഷേ ഈ കപ്പിത്താൻ എത്ര സമർത്ഥനായെങ്കിലും കാറ്റില്ലെങ്കിൽ അത് മുമ്പോട്ട് പോകത്തില്ല എന്നുള്ളതാണ്. എന്നാൽ കാറ്റ് ഇതിനെ വന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാറ്റ് നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെ മുമ്പോട്ട് വിടുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ദൈവസഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, കാറ്റുകളുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്നത് ഈ കാറ്റിലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. കൊടിയ കാറ്റടിക്കുന്ന പോലെ അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു മുഴക്കം കേട്ടുവെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ സഭയെ മുമ്പോട്ട് നയിച്ചത് ഈ കാറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ് എന്നുള്ളതാണ്. ഇന്നും ദൈവത്തിൻ്റെ സഭ ലോകത്തെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തും പല സ്ഥലങ്ങളിൽ ഉണർവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് വ്യക്തികളെ നിയന്ത്രിക്കുന്നു, സഭകളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ഇടയിലും ആ ശക്തി നാം പ്രാപിക്കുന്നുവെങ്കിൽ, ആ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സഭയുടെ സാക്ഷികളായി, കർത്താവിൻ്റെ സാക്ഷികളായി ലോകമെമ്പാടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഒരുപക്ഷെ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, നമ്മുടെ സഭകൾ വളരുന്നില്ല എന്ന്, നമുക്ക് സാക്ഷികളാകാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകാം. എന്നാൽ തിരുവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിച്ചു കഴിയുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങളിലേക്കും ഉണർവിലേക്കും വരുവാനിടയായിത്തീരും. ഉണർവ് നാം ഉണ്ടാകണമോ? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മുടെ അകത്ത് വ്യാപരിക്കണമെന്നുള്ളതാണ്. അവൻ്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ആ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും. ഈ ദിവസങ്ങളിൽ ആ ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ, നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.